നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏക്കറിൽ 400 മരം, ആദായം 4 ലക്ഷം. അടയ്ക്ക മരമായാൽ മടിശീല നിറയ്ക്കാം. കമുക് കൃഷിയിൽ അറിയേണ്ടതെല്ലാം. വിലയിൽ മുടിചൂടാ മന്നനായി പരിലസിക്കുകയാണിപ്പോൾ കമുക്. ഗുണമേന്മയുള്ള കൊട്ടടയ്ക്കയ്ക്ക് 1 കിലോയ്ക്ക് 400 രൂപ മുതൽ 500 രൂപ വരെയും വിലയുണ്ട്. ഒരു മോഹിത് നഗർ ഇനം കമുക് നന്നായി പരിപാലിച്ചാൽ 6 മുതൽ 7 കൊല്ലം കൊണ്ട് ഏതാണ്ട് 3.25 കിലോ കൊട്ടടയ്ക്ക തരും. അതിൽ നിന്ന് വരുമാനം എങ്ങനെ പോയാലും 1000 രൂപ എന്ന് കൂട്ടിയാൽ 1 ഏക്കറിൽ 400 മരം, മൊത്തം ആദായം 4 ലക്ഷം രൂപ. ചിലപ്പോൾ അതുക്കും മേലെ. പകുതി ചെലവ് കണക്കാക്കിയാൽ പോലും ഏക്കറിന് ലാഭം 2 ലക്ഷം രൂപ. വില ഇങ്ങനെ തുടർന്നാൽ കമുക് കൃഷി പിടിച്ചാൽ കിട്ടാതെ വരും. ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപ്പാദകനും ഉപഭോക്താവും. ഏതാണ്ട് 4.5 ലക്ഷം ഹെക്ടറിൽ കൃഷി ചെയ്യുന്നു. 7.5 ലക്ഷം ടൺ അടയ്ക്ക ഉൽപ്പാദനം, എന്നിട്ടും ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു. അത്രയ്ക്കുണ്ട് ഉപഭോഗം. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും ഏതാണ്ട് 28 ഡിഗ്രി വരെയുള്ള ഭൂഭാഗം കമുകിന് യോജിച്ചതാണ്. നല്ല മഴ, നല്ല സൂര്യപ്രകാശം, നല്ല നീർവാർച്ച, ജൈവ സമ്പുഷ്ടമായ വായു സഞ്ചാരമുള്ള മണ്ണ്, നനസൗകര്യം ഇതൊക്കെ നിങ്ങളുടെ തോട്ടത്തിലുണ്ടെങ്കിൽ മറ്റൊന്നും നോക്കേണ്ട. കമുകിനെ പ്രധാന വിളയാക്കാം. തുടക്കത്തിൽ അല്പം തണൽ വേണം. കായ്ച്ച് തുടങ്ങുന്നതോടെ വെയിലിനെ സ്വയം ചേർത്തുകൊള്ളും. തെങ്ങ് നട്ട് നാടാക്കുക, കമുക് നട്ട് കാടാക്കുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. തെങ്ങിനൊപ്പം ഇടവിളകൾ ചെയ്ത് കളകളെ നിയന്ത്രിച്ച് നല്ല തോട്ടമാക്കി എടുക്കും. പക്ഷേ കമുക് നട്ടാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല. കള വളർന്ന് കാട് കയറി കിടക്കും. നീർവാർച്ചയും വളപ്രയോഗവും ഒന്നും ശ്രദ്ധിക്കില്ല. വാ കീറിയ ദൈവം ഇര കൊടുക്കും എന്ന വരട്ടുവാദമാണ് കമുക് കൃഷിയിൽ പലരുടെയും വഴികാട്ടി. പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞു. ഇന്ന് കുഴൽക്കിണർ കുഴിച്ച് തുള്ളി നനയോടൊപ്പം വളങ്ങളും കൊടുത്താണ് കന്നഡക്കാരുടെ കമുക് കൃഷി. പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ കൃഷിയും ശാസ്ത്രീയമാകണം. അവർ തേങ്ങ ഉടയ്ക്കുമ്പോൾ നമ്മൾ ചിരട്ടയെങ്കിലും ഉടയ്ക്കണം. 8 മാസം മുതൽ 1 കൊല്ലം വരെ പ്രായമുള്ള നല്ല കഴുത്ത് വണ്ണമുള്ള 5 ഇലകളെങ്കിലും പൊക്കം കുറഞ്ഞ അടുത്തടുത്ത് ഇലകൾ വരുന്ന തൈകൾ തന്നെ നടണം. ഓലകൾ അടുത്തടുത്ത് വരുന്നത് നല്ല ലക്ഷണമാണ്. വർഷത്തിൽ 7 അടയ്ക്ക കുലകൾ കിട്ടിയാൽ വളരെ നല്ലത്. 3-4 സാധാരണ പരിചരണത്തിൽ കിട്ടുന്നത്. തൈ നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കമുക് തനിവിളയായും ഇടവിളയായും ചെയ്യാം. 2.25 മീറ്റർ അകലത്തിൽ വേണം കുഴികൾ എടുക്കാൻ. വാഴയും കൂടി കൃഷി ചെയ്യുകയാണെങ്കിൽ 3.25 മീറ്റർ അകലത്തിൽ നടാം. തൈകൾക്ക് തണൽ കിട്ടാൻ ആദ്യം വാഴ നടാം. അതിനിടയിൽ കമുകും പപ്പായ ഇടവിളയായി നട്ടാലും മതി. നീർവാർച്ചയുള്ള സ്ഥലങ്ങളിൽ 3 അടി നീളവും വീതിയും ആഴവുമുള്ള കുഴികൾ എടുത്ത് 1 അടി മേൽമണ്ണ്, മണൽ, ചാണകപ്പൊടി മിശ്രിതം കുഴിയിലിട്ട് അതിൻ്റെ നടുക്കായി തൈകൾ നടാം. വേരുകളായിട്ട് ശേഷം മതി വളപ്രയോഗം. നല്ല ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മികച്ച 1 പിടി ഇനങ്ങൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനം ഉരുത്തിരിച്ചെടുത്തിട്ടുണ്ട്. ഇടത്തരം പൊക്കമുള്ളതും 3-4 കൊല്ലത്തിനുള്ളിൽ കായ്ക്കുന്നതുമായ മംഗള, ശതമംഗള എന്നിവ വർഷം തോറും മരം ഒന്നിന് യഥാക്രമം 3 കിലോ 4 കിലോ കൊട്ടടയ്ക്ക തരാൻ കഴിവുള്ളവയാണ്. പൊക്കം കൂടിയ ഇനങ്ങളായ സുമംഗള 3.25 കിലോ, ശ്രീമംഗള 3.25 കിലോ, മോഹിത് നഗർ 3.25 കിലോ, സുവർണമംഗള 3.25 കിലോ എന്നിവയും മികച്ചത് തന്നെ. പക്ഷേ 5-ാം കൊല്ലമേ കായ്ഫലം കിട്ടുകയുള്ളൂ. 10 കൊല്ലത്തിനു മേൽ പ്രായമുള്ള സ്ഥിരമായി വിളവ് തരുന്ന രോഗകീടബാധകൾ ഇല്ലാത്ത കമുകിൽ നിന്ന് വിളവെടുക്കുന്ന ശരാശരി 35 ഗ്രാം എങ്കിലും തൂക്കം വരുന്ന വിത്തടയ്ക്ക വേണം നടാൻ. ആദ്യം പ്രാഥമിക നഴ്സറിയിലും പിന്നെ ദ്വിതീയ നഴ്സറിയിലും വളർത്തി നല്ല കഴുത്ത് വണ്ണവും 8 മുതൽ 12 മാസത്തിനിടയിൽ 5 ഇലകളുള്ള പൊക്കം കുറഞ്ഞ തൈകൾ മാത്രമേ നടാനായി എടുക്കാവൂ. നീർവാർച്ചയുള്ള സ്ഥലങ്ങളിൽ മെയ് ജൂൺ മാസത്തിലും നീർവാർച്ച കുറഞ്ഞ സ്ഥലങ്ങളിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും തൈകൾ നടാം. തെക്ക് വടക്ക് ദിശയിൽ വരിയായി പടിഞ്ഞാറേക്ക് ചെരിവ് നൽകി തൈകൾ നടുക. തെക്ക് പടിഞ്ഞാറൻ വെയിലിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ അതിർത്തികളിൽ മറ്റു മരങ്ങൾ നടാം. ആദ്യത്തെ 5 കൊല്ലം വേനൽക്കാലത്ത് ഭേദപ്പെട്ട തണൽ നൽകണം. അതിനായി വാഴകൾ നട്ടുപിടിപ്പിച്ചാൽ ആദായവും ലഭിക്കും. 3.25 × 3.25 മീറ്റർ അകലത്തിൽ കുഴിയെടുത്ത് 4 കമുകുകൾക്കിടയിൽ 1 വാഴ എന്ന കണക്കിന് നടാം. 5 കൊല്ലം വാഴ കൃഷി തുടരാം. കമുക് തോട്ടവിളയാണ്. എന്നാൽ വളപ്രയോഗത്തെക്കുറിച്ചും കീടരോഗ പ്രതിരോധ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചുമുള്ള അജ്ഞത അതിനെ തോറ്റവിളയാക്കും. കൃത്യമായ ഇടവേളകളിൽ ശാസ്ത്രീയ വളപ്രയോഗം, കളനിയന്ത്രണം, നീർവാർച്ച ഉറപ്പാക്കൽ, കീടരോഗ പ്രതിരോധം, അത് ഫലിച്ചില്ലെങ്കിൽ കീടരോഗ നിവാരണം എന്നിവ ചെയ്യാൻ കർഷകർ പഠിച്ചിരിക്കണം. പനവർഗമായതിനാൽ പരിപാലനം ഏറെക്കുറെ തെങ്ങിൻ്റേത് തന്നെ.
വശങ്ങളിലേക്ക് 2 അടി ദൂരത്തിലും താഴേക്ക് 1 അടി ആഴത്തിലുമാണ് കമുകിൻ്റെ സജീവമായ വേരുകൾ. അതിനാൽ വളപ്രയോഗം ആ ഭാഗത്ത് വേണം. മണ്ണിൽ pH 5-ൽ താഴെയാണെങ്കിൽ വളപ്രയോഗത്തിന് 2 ആഴ്ച മുൻപ് കുമ്മായമിടണം. പൂർണ്ണ വളർച്ചയെത്തിയ കമുകിന് 220 ഗ്രാം യൂറിയ, 200 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 230 ഗ്രാം പൊട്ടാഷ് എന്നിവ ചേർക്കണം. 1 കൊല്ലം പ്രായമായ തൈകൾക്ക് ഇതിൻ്റെ 1/3, 2 കൊല്ലം പ്രായമായവയ്ക്ക് 1/2 മതി. മഴയെ മാത്രം ആശ്രയിച്ചാണ് കൃഷിയെങ്കിൽ ഇടവപ്പാതിക്ക് മുൻപ് വേനൽ മഴ കിട്ടിയതിന് ശേഷം വളം നൽകാം. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നല്ല രീതിയിൽ ജൈവവളങ്ങൾ കൊടുക്കാം. മരം ഒന്നിന് 12 കിലോയെങ്കിലും അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയോ അതിൻ്റെ പകുതി മണ്ണിര കമ്പോസ്റ്റോ ചേർക്കാം. വേരുതീനി പുഴുക്കൾ മണ്ണിലുണ്ടെങ്കിൽ പൊടിച്ച വേപ്പിൻ പിണ്ണാക്ക് 2 കിലോ വരെ നൽകാം. കടചീയൽ, വാട്ടം തുടങ്ങിയ രോഗങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ ട്രൈക്കോഡർമ ചേർത്ത സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതം വേണം കൊടുക്കാൻ. 2 അടി വ്യാസാർത്ഥത്തിലും 1 അടി ആഴത്തിലും തടങ്ങളെടുത്ത് ചുറ്റിലും വളമിട്ട് മൂടാം. അതിനു മുകളിൽ ജൈവാവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് പുതയും വേണം. ഡിസംബർ ആയാൽ തടം നിറയെ കമുകിൻ്റെ ഓലയും പാളയും മറ്റ് കളകളുമെല്ലാം ചേർത്ത് നിർബന്ധമായും പുതയിടണം. കമുകിനെ വരൾച്ച ബാധിച്ചാൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും എടുക്കും അതിൽ നിന്ന് കര കയറാൻ. 1 ഹെക്ടർ സ്ഥലത്ത് നിന്ന് 1 കൊല്ലം 6 മുതൽ 8 ടൺ ജൈവാവശിഷ്ടങ്ങൾ തോട്ടത്തിലുണ്ടാകും. അത് അവിടെ തന്നെ ജൈവവളമാക്കുക. ഇലകൾക്ക് പച്ച നിറം കുറവാണെന്ന് തോന്നിയാൽ 1/4 കിലോ മഗ്നീഷ്യം സൾഫേറ്റ് നൽകാം. ഇലകൾ കുറുകി വരുന്നുണ്ടെങ്കിൽ സിങ്കിൻ്റെ കുറവാണെന്ന് തിരിച്ചറിഞ്ഞ് 10 ഗ്രാം സിങ്ക് സൾഫേറ്റ് ചുവട്ടിൽ ചേർക്കാം. ചെറിയ മരങ്ങൾക്ക് 5 ഗ്രാം സിങ്ക് സൾഫേറ്റ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ സ്പ്രേ ചെയ്താലും മതി. കായ്കൾ പ്രായമെത്താതെ പൊട്ടിക്കീറുന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം, കാൽസ്യം, ബോറോൺ എന്നിവയുടെ കുറവുണ്ടെന്ന് മനസ്സിലാക്കി പരിഹരിക്കണം. ചെറിയ മരങ്ങൾക്ക് സൊല്യൂബോർ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിക്കാം. കമുകിനെ വരൾച്ച നന്നായി ബാധിക്കും. ഡിസംബർ മുതൽ മെയ് വരെ വേണ്ടത്ര നനയ്ക്കണം. മഴക്കാലം തീരുന്നതിന് മുമ്പ് തടങ്ങൾ പുതയിട്ട് സംരക്ഷിക്കുകയും വേണം. നവംബർ ഡിസംബർ മാസത്തിൽ ആഴ്ചയിൽ ഒരിക്കലും, ജനുവരി ഫെബ്രുവരി മാസത്തിൽ 6 ദിവസത്തിലൊരിക്കലും, മാർച്ച് മെയ് മാസങ്ങളിൽ 4 ദിവസത്തിലൊരിക്കലും നനയ്ക്കാം. മരം ഒന്നിന് 175 മുതൽ 200 ലിറ്റർ വെള്ളം വേണം. തുള്ളി നനയാണെങ്കിൽ മണ്ണിൻ്റെ തരമനുസരിച്ച് 16 മുതൽ 30 ലിറ്റർ വെള്ളം വേണ്ടിവരും. ഈ രീതിയിൽ വെള്ളത്തിനൊപ്പം വളങ്ങളും പല തവണകളായി കൊടുക്കാം. കളിമണ്ണിൻ്റെ അംശം കൂടുന്നത് മണ്ണിലെ വായു സഞ്ചാരത്തെ ബാധിക്കും. ശരാശരി 1 മില്ലിമീറ്റർ മാത്രം വണ്ണമുള്ളവയാണ് കമുകിൻ്റെ തീറ്റ വേരുകൾ. മണ്ണ് തറഞ്ഞു പോയാൽ ഈ വേരുകൾ നശിക്കും. വെള്ളക്കെട്ടാണെങ്കിലും ഇതുതന്നെ ഫലം. ആയതിനാൽ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അധികമുള്ള വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കണം. കളിമണ്ണ് കൂടിയാൽ മണ്ണിൽ ഓരോ വരി കമുകിനും ഇടയിൽ നീർവാർച്ച കൊടുക്കണം. കളിമണ്ണിൻ്റെ അംശം കുറവാണെങ്കിൽ 2 വരി മരങ്ങൾക്ക് ശേഷം നീർവാർച്ച കൊടുത്താൽ മതി. ശാസ്ത്രീയമായ ഇടവിള കൃഷി ആദായമേറും. വിളവ് കിട്ടിത്തുടങ്ങിയാൽ 5 കൊല്ലമെടുക്കും എന്നതിനാൽ ആദ്യം മുതൽ വാഴ പോലെയുള്ള വിളകൾ ചെയ്യണം. 4 കമുകിൻ്റെ നടുക്ക് 1 വാഴ എന്ന രീതിയിൽ നടാം. കുറ്റിവിള എടുക്കാവുന്ന പാളയം കോടൻ, മൈസൂർ പൂവൻ, ഞാലിപ്പൂവൻ, റോബോസ്റ്റ എന്നിവ കൂടുതൽ യോജ്യം. 6 മുതൽ 8 വർഷം പ്രായമായ കമുകിൽ മരം ഒന്നിന് 2 കുരുമുളക് വള്ളികൾ വീതം നട്ടുകൊടുക്കാം. അപ്പോൾ 1 ഹെക്ടറിൽ 1300 കമുകിൻ്റെ അത്രയും കുരുമുളക് വള്ളികളും ആകും. 2 കൊല്ലം പ്രായമായ തോട്ടങ്ങളിൽ കൊക്കോ മികച്ച ഇടവിളയാണ്. അധ്വാനിക്കാൻ തയ്യാറാങ്കിൽ കുരുമുളകിന് പകരം നല്ല ഇനം വെറ്റില പിടിപ്പിക്കാം. 4 കൊല്ലത്തിന് മുകളിൽ പ്രായമുള്ള തോട്ടങ്ങളിൽ ചെറുനാരകം, കറിനാരകവും ഇടവിളയാക്കാം. അടയ്ക്കയുടെ വില കുറഞ്ഞാലും ഇടവിളകൾ കർഷകനെ കാക്കും. കമുകിലെ കീടരോഗങ്ങളാണ് കർഷകനെ ഏറ്റവും വലയ്ക്കുന്നത്. ഉയർന്ന ഈർപ്പം, കാലാവസ്ഥ മാറ്റം, അജ്ഞത, അലസത, നിസ്സംഗത എന്നിവയൊക്കെ ഇതിന് ആക്കം കൂട്ടും. കൂടിയ ചൂടുള്ളപ്പോൾ മണ്ടരികളാണ് ഏറ്റവും ശല്യക്കാർ. കായ്കളെ ശല്യം ചെയ്യുന്ന ചാഴികൾ, കുമ്പിലച്ചാഴി, ശൽക്കകീടങ്ങൾ, വേരുതീനി പുഴുക്കൾ, പൂങ്കുലപ്പുഴു എന്നിവയാണ് പ്രധാന കീടങ്ങൾ. തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക. കേടായ പൂങ്കുലകൾ നീക്കം ചെയ്യുക. ശരിയായ വളപ്രയോഗത്തിലൂടെ മണ്ണാരോഗ്യം സംരക്ഷിക്കുക. കടചീയൽ, കായ് ചീയൽ, ചുവട് ചീയൽ, കൂമ്പ് ചീയൽ, പൂങ്കുല കരിച്ചിൽ, ഇലക്കുത്ത്, മഞ്ഞളുപ്പ് എന്നിവയൊക്കെയാണ് പ്രധാന രോഗങ്ങൾ. അന്തരീക്ഷ താപനില കൂടുന്നതും ഈർപ്പം വർദ്ധിക്കുന്നതും രോഗസാധ്യത കൂട്ടും. നല്ല നിരീക്ഷണം അത്യാവശ്യമാണ്. പൊടുന്നനെയാവും മഹാളി പോലെയുള്ള കായ് കൊഴിച്ചിലും ആരംഭിക്കുക. മെയ് മാസം അവസാനത്തോടെ കമുകിൻ്റെ ഇലകളിലും കുലകളിലും നിർബന്ധമായും ബോർഡോ മിശ്രിതം പശ ചേർത്ത് തളിക്കണം. ചുവട്ടിൽ
ഡ്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതം ചേർക്കണം. കേടുവന്ന് വീഴുന്ന കായ്കൾ പെറുക്കി കത്തിക്കണം. ലക്ഷണങ്ങൾ നോക്കി രോഗങ്ങൾ തിരിച്ചറിയാനും ശരിയായ മരുന്ന് ശരിയായ ഡോസിൽ നൽകാനും കഴിയണം. ഉയരത്തിൽ സ്പ്രേ ചെയ്യാവുന്ന ഉപകരണങ്ങൾ സ്മാം പോലെയുള്ള പദ്ധതികളിൽ ഉൾപ്പെടുത്തി സബ്സിഡി നിരക്കിൽ വാങ്ങാം. വാൽ കഷണം. അടയ്ക്കയുടെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ നാലും കൂട്ടി മുറുക്കാൻ എന്നാവും മറുപടി. ചിലർ ഒരു പടി കൂടി കടന്ന് സുപ്പാരി അഥവാ സുഗന്ധപ്പാക്കുണ്ടാക്കാൻ എന്ന് പറയും. പണ്ട് റേഡിയോയിൽ റോജാപ്പാക്ക്, നിജാം പാക്ക് പരസ്യങ്ങൾ നിരന്തരം കേട്ടിരുന്നത് ഓർക്കുക. ഒക്കെ ശരിയാണ്. കൂടുതലായും ഇത് ഉപയോഗിക്കുന്നത് ചവയ്ക്കാനാണ്. അതുകൊണ്ട് തന്നെ ഈ വിളയ്ക്ക് വലിയ ഭാവിയില്ലെന്ന് ചിലർ കരുതുന്നു. പക്ഷേ ഒരുപാട് വ്യാവസായ ഉപയോഗങ്ങളുണ്ട്. ആയുർവേദത്തിലും ചൈനീസ് മെഡിസിനിലും ഔഷധങ്ങൾ ഉണ്ടാക്കാനും അടയ്ക്ക വേണം. മൗത്ത് ഫ്രഷ്നർ ആയി വലിയ അളവിൽ ഉപയോഗിക്കുന്നു. പെയിൻറ് വ്യവസായത്തിനും ആവശ്യമുണ്ട്. തുകൽ വ്യവസായത്തിലും പ്ലൈവുഡ് നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. ഫ്രാൻസ്, ജർമ്മനി, നെതർലൻഡ്സ് എന്നിവരാണ് ഇന്ത്യ കഴിഞ്ഞാൽ പ്രധാന ഇറക്കുമതിക്കാർ. ഇവരാരും സുപ്പാരി ഉണ്ടാക്കാൻ മാത്രമാവില്ലല്ലോ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ ഇത്ര കണ്ട് ഡിമാൻഡുള്ളതാണ് ഈ അടയ്ക്ക. അപ്പോൾ അടയ്ക്ക കൃഷി ചെയ്യുന്നതും വിവിധ ഇനങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.